മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ നമ്മുടെ സിനിമാ മിനിസ്റ്റർ ശ്രീ കെ പി ഗണേഷ് കുമാർ, എൻ്റെ ഭാഗ്യത്തോടെ എൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ ഗസ്റ്റ് ഓണർ പത്മശ്രീ ഡോക്ടർ മോഹൻലാൽ. എനിക്ക് ഗണേഷ് കുമാറിൻ്റെ പ്രായമില്ല, അതുകൊണ്ട് എനിക്ക് ലാലേട്ടെന്ന് പറയാനുള്ള അവകാശമില്ല. പക്ഷേ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മോഹൻലാൽ, ശ്രീ കെ മുരളീധരൻ MLA, ശ്രീ ശിവൻകുട്ടി MLA, നമ്മളുടെ അതിനായ മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക, ഇന്നത്തെ 3 പ്രസിദ്ധപ്പെട്ട ഡയറക്ടേഴ്സ് വേദിയിരിക്കുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിഡന്റായ ശ്രീ പ്രിയദർശൻ, ജൂറി പ്രസിഡന്റായ ശ്രീ പോൾ കോക്സ് ആൻഡ് ശ്രീ ഷാജി കരുൺ, ഈ നമ്മളെല്ലാവരും തമ്മിൽ സ്വീകരിച്ച ശ്രീ സാജൻ പീറ്റർ IAS, ഈ ഫെസ്റ്റിവൽ നടത്തുന്ന ശ്രീമതി ബീന പോൾ വേണുഗോപാൽ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ദി അക്കാദമി, ആൻഡ് ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ ശ്രീ രജികുമാർ, വേദിയിൽ സദസ്സിരിക്കുന്ന ബഹുമാന്യരെ, സിനിമാ പ്രേമികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ 17ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഉദ്ഘാടനമാണ്. 195 സിനിമ കാണാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 60 രാജ്യങ്ങളുടെ ഡയറക്ടേഴ്സിന്റെ ഓരോരോ വർക്ക്സ് കാണാൻ സാധിക്കും. ഇത് എനിക്ക് ഒരു മൂന്നാമത്തെ അനുഭവമാണ് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ. ഞാൻ പല ലോകതാരങ്ങളെ കണ്ടിട്ടുണ്ട് ഇവിടെ, സിനിമ ലോകത്തിന്റെ. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടത് ഈ കേരളത്തിന്റെ ഫിലിം ഫെസ്റ്റിവൽ എപ്പോഴും നമ്മൾ ഏഷ്യയും ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ സിനിമ പ്രത്യേകിച്ച് ഷോക്കേസ് ചെയ്യാൻ ഒരു പ്രാക്ടീസാണ് ഇവിടെ. അങ്ങനെ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 14 ഫിലിംസാണ് ഇന്നത്തെ ഈ ആഴ്ചയിലത്തെ കോമ്പറ്റീഷനിൽ നിൽക്കാൻ പോകുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഡോക്യുമെന്ററീസിനെ മാർക്കറ്റ് ചെയ്യുന്ന അവസരമാണ്. ട്രിഗർ പിച്ച് പറഞ്ഞൊരു ഷോ കേസ് ഉണ്ട്. മലയാളം സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മളുടെ അന്താരാഷ്ട്രീയ വിസിറ്റേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ഈ ഫിലിം ഫെസ്റ്റിവലിൽ. മലയാളം സിനിമ നാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മലയാളം സിനിമയിൽ നടക്കുന്ന ഓൾ ദ കണ്ടംപററി ഡെവലപ്മെന്റ്സ് കാണാനുള്ള സാധ്യതയുണ്ട് ജനങ്ങൾക്ക്. എന്നിട്ട് നമ്മളുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിജിറ്റൽ ഫിലിം ടെക്നോളജിയാണ് 21ാം നൂറ്റാണ്ടിലത്തെ പ്രിയോക്യുപ്പേഷൻ. ഡിജിറ്റൽ ഫിലിം ടെക്നോളജിയെ കുറിച്ചൊരു വർക്ക്ഷോപ്പും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ സിനിമാ പ്രേമികൾക്ക് കാണാനും പങ്കെടുക്കാനും മെയിൻ ഇവന്റ്സിലും സൈഡ് ഇവന്റ്സിലും പല അവസരങ്ങളുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, ഒരു സിനി കോംപ്ലക്സിന്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഗണേഷ് കുമാർ എന്നെ ഡൽഹിയിൽ കണ്ട ശേഷം ഞാൻ കൾച്ചർ മിനിസ്റ്ററോട് ബന്ധപ്പെട്ടു. കൾച്ചർ മിനിസ്റ്റർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഇതിന് ഫണ്ടില്ല. ഇനി അടുത്ത ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പുറകെ ഞാൻ നടക്കുന്നുണ്ട്. അവിടുന്നെങ്കിലും കേന്ദ്ര സഹായം കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. പക്ഷെ ഇതെല്ലാവരെയും ആവശ്യമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ട്. അപ്പോ അവരെ ഈ സ്വപ്നത്തിനെ ഒരു റിയാലിറ്റി ആക്കാൻ എല്ലാ വിധത്തിലും എൻ്റെ സഹകരണം ഉണ്ടാവുന്ന ഒരു സംശയം വേണ്ട. ഈ കഴിഞ്ഞ 2-3 വർഷം ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അന്താരാഷ്ട്രീയ വ്യക്തികളെ കണ്ട ശേഷം 4-5 ഭാഷയിൽ സംസാരിക്കാൻ അവസരം കിട്ടി. ഈ വർഷം അതിൻ്റെ ആവശ്യമില്ല. ശരിക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുന്നവർ മാത്രമേ ഉള്ളൂ. അവർക്ക് 2 വാക്ക് പറയട്ടെ നിങ്ങളെക്കുറിച്ച്. Particularly to Mr. Paul Cox and to our distinguished other international visitors, I'd like to add my voice of welcome as the local member of parliament to the International Film Festival of Kerala. You have seen this magnificent audience in front of you in this largest open-air auditorium in the city. This is a highly knowledgeable audience that appreciates cinema and that has turned out in such extraordinary numbers to hail you and to witness a silent movie of 1927. I dare say there are few world capitals in which one would see a turnout like this for an event like this. And it's the very knowledgeable nature of our film-going audience that makes the International Film Festival of Kerala particularly special. There are other film festivals of greater renown and greater recognition perhaps, but this film festival showcases the fundamental knowledge that cinema is the art of the common man and the common woman. Sadharanakarude kalayana cinema. And the audience here in Thiruvananthapuram is the living embodiment of that knowledge
and of that appreciation. And I hope our international visitors enjoy a memorable week of watching films, but of watching them in the company of the knowledgeable, cinema-loving public of Thiruvananthapuram. Best wishes to everyone. Jai Hind.